ഡോക്ടറെ, സെൽഫ് ഡിഫെൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാൻ കാരണം എന്താണ്? സെൽഫ് ഡിഫെൻസിനെ കുറിച്ച് ഞാൻ എപ്പിസോഡ് ഉണ്ടാക്കാൻ കാരണമുണ്ട്. ആക്ച്വലി മനസ്സ് വിഷമിച്ചാണ് ഞാൻ ഈ എപ്പിസോഡ് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാ ദിവസവും പേഷ്യൻസ് വരുന്നുണ്ട് വാജിനിസ്മസ് ആയിട്ട്. വജാനിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? ബന്ധപ്പെടുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന വേദന. അത് തന്നെ, പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് പെയിൻ ഉണ്ടാവുന്നതിനാണ് വാജിനിസ്മസ് വജാനിസ്മസ് എന്നൊക്കെ പറയുന്നത്. അത് നേരത്തെ ഞാനൊരു എപ്പിസോഡ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളതിനകത്ത് ഇപ്പോൾ ഫെൻഡൻസ് ചെയ്യും, ബോട്ടോക്സ് ചെയ്യും, കൗൺസിലിംഗ്, സെക്സ് തെറാപ്പി, ഇങ്ങനെ കുറേ ചെയ്യുന്നുണ്ട്. നമ്മൾ 10 പേരൊരു ടീമാണ് ഇവരെ ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഒരുപാട് പേഷ്യൻസിന് നമ്മൾ സംസാരിച്ച് കൗൺസിൽ ചെയ്ത് വരുമ്പം അവർക്ക് സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾക്ക് അവരുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരും. അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ എൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ നമ്മൾ കോൺഫിഡൻസ് വരുത്തിക്കണം. അവർക്ക് അങ്ങനെയുള്ള ഒരു അബ്യൂസിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റണം. അപ്പോൾ ഈ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഫോമുകളുണ്ട്. നമുക്കിപ്പം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ കളരിയുണ്ട്. അപ്പം നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഓടിപ്പോവാനായിട്ടുള്ള ഒരു ഇതെങ്കിലും പറ്റും. പിന്നെ ഒരു നോ പറയാനായിട്ടുള്ള ഒരു ധൈര്യം, ഫിസിക്കലി ഇത് മാത്രമല്ല, അതേപോലെ തന്നെ മാർഷ്യൽ ആർട്സിൽ ഇപ്പോൾ കരാട്ടെ, തായ്ക്വോണ്ടോ, കിക്ക് ബോക്സ് എത്ര എണ്ണം ഉള്ളത്. പിന്നെ ആരും കേൾക്കാത്ത 1-2 ഞാൻ പറയാം. വിൻചുൻ, ഐക്കിഡോ, ചൈനീസും ലൈക്ക് ജാപ്പനീസും മാർഷ്യൽ ആർട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ടെക്നീക്സ് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഡിഫറെൻ്റ് ആണ്. ആരെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. ഒരു വീക്കായിട്ടുള്ള ഒരാൾക്ക്, ഇപ്പോൾ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയാണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് ടെക്നീക്ക് വഴി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുട്ടികളെ എല്ലാം എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കണം. അത് ഭയങ്കര മസ്റ്റാണ്. നമ്മൾ അവരെ ഈ ഫുൾ ഡേ സ്കൂളിൽ വിടും, ട്യൂഷന് വിടും, ഫിസിക്സും കെമിസ്ട്രി ഇത് പഠിപ്പിക്കും, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കും, മെഡിസിൻ പഠിപ്പിക്കും. എത്ര വർഷം പഠിച്ചിട്ടാണ് മെഡിസിൻ പാസ്സാവണേ? 12 വർഷം മിനിമം. കൽക്കട്ടയിലെ ഡോക്ടറിന്റെ കഥ കേട്ടത്. എത്ര വർഷം പഠിപ്പിച്ചിട്ട് ആ പേരൻസ് ലൈക്ക് അത് പഠിപ്പിച്ചോ വേണ്ടെന്നല്ല പറയണേ, പക്ഷെ കുറച്ചെങ്കിലും സെൽഫ് ഡിഫെൻസ് പഠിപ്പിച്ചില്ലെങ്കിൽ വാട്ട് ഈസ് ദ പോയിന്റ്? കാരണം സെക്ഷൽ അബ്യൂസ് ഭയങ്കര കോമൺ ആണ്. പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും കോമണാണ്. നമുക്ക് വരുന്നതിൽ ഈ സെക്ഷൽ പ്രോബ്ലം ഉള്ള പുരുഷന്മാരിലും അബ്യൂസ് ഭയങ്കര കോമൺ ആണ്. അത് ഒന്നല്ല, മൾട്ടിപ്പിൾ അബ്യൂസ് കോമൺ ആണ്. പല കഥകളുണ്ട്, നമ്മൾ കരഞ്ഞു പോകുന്ന പല കഥകളും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു എക്സാമ്പിൾ, ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള നിലയ്ക്ക് ഇതെങ്ങനെ വർക്ക് ആവണമെന്ന് കാണിക്കണേ. അപ്പൊ കളരി കാണിക്കാം, വിൻചുൻ കാണിക്കാം, ഐക്കിഡോയും കാണിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് കളരി ടീമിനെ വിളിക്കാം. അപ്പൊ ഷാൻ ഗുരുക്കളും നീതു ഗുരുക്കളും ENS കളരിയിലെ ഇതാണ്. ഷാൻ മാഷ് ആക്ച്വലി എൻ്റെ കളരി മാഷും കൂടെയാണ്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാഷിന് ഒരു 10 കൊല്ലം മുമ്പാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഏത് ആശുപത്രിയിലും ഉണ്ടാവില്ല. നമ്മൾ കളരി പേഷ്യൻസിന്, സ്റ്റാഫിന്, വർക്കിംഗ് അവേഴ്സിൽ തന്നെ സ്റ്റാഫിന് നമ്മൾ ഫ്രീ ആയിട്ട് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഭയങ്കര കോർഡിനേഷനായിരുന്നു. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളെല്ലാവരും ചേർന്ന് എക്സസൈസ് ചെയ്താൽ ഭയങ്കരമായിട്ട് തരും. നമ്മുടെ സ്റ്റാഫിനോട് ചോദിച്ചാൽ ഓർമ്മയുണ്ടല്ലോ, കോവിഡിൻ്റെ സമയത്ത് ഇത് നിന്നുപോയി, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആക്ച്വലി അതിൽ വലിയ വിഷമമുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് ഗുരുക്കൾ ആക്ച്വലി ജോലിക്ക് കയറേണ്ടി വന്നു, നമുക്ക് ജീവിച്ചു പോകണമല്ലോ. സോ നമ്മൾ ഹോസ്പിറ്റലിൽ കളരി ചെയ്തിരുന്നതാണ്. ഇപ്പം നമുക്ക് യോഗയൊക്കെ ഉണ്ട്, ഇപ്പം കളരി ഇല്ല. അപ്പോൾ ഒന്ന് മാസ്റ്റർ നമുക്കൊരു സെൽഫ് ഡിഫെൻസ് ഒന്ന് കാണിക്കാമോ? അതായത് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കൂടെ കാണിക്കാം.
മാസ്റ്റർ നമ്മളെ ഈ കൽക്കട്ടയിൽ ഒരു ഡോക്ടർ മരിച്ച ഒരു കഥയുണ്ട്, അത് മാസ്റ്റർ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ കാരണം പറഞ്ഞാൽ നമ്മളിപ്പോ ഡോക്ടേഴ്സ് തന്നെ ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ പണിമുടക്കലും മെഴുതിരി കത്തിക്കലും ജാഥയും ഇതെല്ലാം ഉണ്ടായി. പക്ഷേ ഈ ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഒരാള് കുട്ടികളെ സെൽഫ് ഡിഫെൻസ് ഏതെങ്കിലും ഫോമിൽ ചേർത്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ മാസ്റ്ററിന്? ഇല്ല. മാസ്റ്റർ ഇപ്പൊ കളരി കുറെ വർഷമായില്ലേ പഠിപ്പിക്കണം. മാസ്റ്ററിന് ഈ നാട്ടുകാരോട് എന്താ പറയാനുള്ളത്? എന്തുകൊണ്ട് അവർ പിള്ളേരെ പഠിപ്പിക്കുന്നില്ല? സമയമില്ലാഞ്ഞിട്ടാണോ, കാശില്ലാഞ്ഞിട്ടാണോ, സൗകര്യം ഇല്ലാഞ്ഞിട്ടാണോ? എന്താ മാസ്റ്ററിന് പറയാനുള്ളത്? അത് നമ്മളിപ്പോ പൈസയുടെ ഫ്രീ ഓഫ് കോസ്റ്റ് പഠിപ്പിക്കാൻ നിന്നാലും ആരും പഠിക്കാൻ താല്പര്യമില്ല. പിന്നെ ഈ മുപ്പുള്ള കുട്ടികൾക്ക് എല്ലാവരും മൊബൈൽ മതി. അപ്പോൾ മൊബൈലിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈം നമ്മൾ കുറച്ച് ഫിസിക്കലി ആക്ടിവിറ്റി ആയത് കളരി ആയാലും ഏത് മാർഷൽ ആർട്സ് ആയാലും ഒരെണ്ണം പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ കാലത്ത്. പെൺകുട്ടികൾ ഞങ്ങളുടെ കളരിയിലെന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ അതിനോട് താല്പര്യം വന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഇതുണ്ട്. അതുപോലെ എല്ലാവരും ആ ഒരു ഇപ്പൊ ആ കുട്ടി ചെയ്ത് കണ്ടില്ലേ, എന്തോരു ഇതായിട്ടാ ചെയ്യണേ. ആ ഒരു ഫിസിക്കൽ എബിലിറ്റി ഉണ്ടെങ്കിൽ ആ കുട്ടി ലൈഫ് ലോങ് മുഴുവൻ കോൺഫിഡൻസ് ഉണ്ടാവും ഫിസിക്കൽ. കാരണം കളരി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഇതല്ലല്ലോ. നമുക്ക് കുട്ടികൾക്ക് മെന്റൽ പവർ, മെയിനായിട്ട് മെന്റൽ പവർ ആണ്. ഇപ്പൊ ഒരാള് തിരിച്ച് അടിക്കാൻ ഉള്ളതില്ലെങ്കിലും നമുക്ക് അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു മെന്റൽ പവർ നമുക്ക് ഈ കളരിയിൽ നിന്നായാലും ഏത് മാർഷൽ ആർട്സ് എന്നാലും നമുക്ക് കിട്ടും. അത് ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റാക്ക് മാത്രമല്ല, ലൈഫിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും വന്നാലും നമ്മൾ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന ഇതുകൊണ്ട് വളരെയധികം ഇപ്പൊ എന്റെ സ്റ്റേബിൾ ആയിരിക്കും മൈ എക്സ്പീരിയൻസ് അതിലും നമുക്ക് ആ ഒരു ഇതുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ നമുക്ക് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇമോഷണൽ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റൽ പവർ ഉണ്ടാക്കാം. അതാണ് കളരി എന്ന് പറയുന്നത്. ഇതൊരു ഫിസിക്കൽ സാധനമാണ് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ പരീക്ഷയുടെ തന്നെ പിള്ളേർ ടെൻഷൻ അടിച്ച് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതെ, മാർക്ക് കുറഞ്ഞതിന് പവർ ഇല്ല, എല്ലാവർക്കും ഇപ്പൊ ടെൻഷനാ. ആ ഒരു ടെൻഷൻ കുറയ്ക്കാനും നമ്മൾ മെന്റലി ഒരു പവർ ആകാനും പ്ലസ് ബോഡി ഫിറ്റ്നസ്. എന്തെങ്കിലും നാട്ടുകാരോട് പറയാനുണ്ടോ ഒരു മെസ്സേജ് പറയാൻ വേണ്ടിയിട്ട്? എല്ലാവരും ഫിസിക്കലി ഫിറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് 1 മണിക്കൂറെങ്കിലും ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ കുട്ടികളെ മാക്സിമം ഇതിനകത്തേക്ക് മൊബൈൽ TV എന്നൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ആക്ടിവിറ്റീസിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഫിസിക്കലി ഫിറ്റ്നസ് ഉണ്ടാവും, മെന്റലി ഒരു പവറായിട്ട് അവർ എന്തിനേയും ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പുതിയ ഒരു ഇപ്പൊ പേരൻസ് എല്ലാവരും ജോലിക്ക് പോകുന്നതുകൊണ്ട് അവർ മാക്സിമം പിള്ളേർക്ക് കാശ് കൊടുത്ത് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുക, ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, മോളുകളിൽ കൊണ്ടുപോവുക. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യണത്. അത് കുറവാക്കിയിട്ട് കുറച്ച് ഈ മാർഷൽ ആർട്സ് പഠിപ്പിക്കുവാണെങ്കിൽ നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. മാർഷൽ ആർട്സ് പഠിപ്പിക്കും നമ്മൾ ഡെയിലി ആ ഒരു കൃത്യനിഷ്ഠ പോലെ നമുക്ക് ദിവസവും ആ ഒരു ടൈമിൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് ഫുൾ അങ്ങോട്ട് ആ ഒരു ടൈം ടേബിൾ ആകും. ഡിസിപ്ലിൻ പ്ലസ് ആ ടൈം ടേബിൾ. കാരണം നമ്മൾ ഇന്ന സമയത്ത് എക്സസൈസ് ചെയ്യണം, എണീക്കണം. അത് തന്നെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യും, അത് ലൈഫ് ലോങ് നിൽക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ്. താങ്ക് യു സോ മച്ച്. ഇത്ര മഴ ഉണ്ടായിട്ട് പോലും നമ്മളിവിടെ ഇപ്പൊ ഈ ഷൂട്ടിംഗ് ഒക്കെ മൊത്തം ചൂടായി. കാരണം അത്രയധികം നമ്മൾ എക്സസൈസ് ആണ് ചെയ്തത്. അപ്പൊ എന്താ പറയാ, ഒരു ഇതുവരെ ഷൂട്ട് ചെയ്താൽ എനിക്ക് ഇത്രയും ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടായിട്ടില്ല ഇന്ന് ചെയ്ത അത്രയും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇപ്പം നമ്മൾ കാണിച്ചത് ഒരാൾ കൈ കയറി പിടിച്ചാൽ എങ്ങനെ ഇതെന്ന് നമ്മൾ ലോക്ക് ചെയ്യാന്ന് കാണിച്ചത് ഐക്യുഡോ എന്ന് പറയുന്ന മാർഷൽ ആർട്സിലെ ടെക്നിക്കാണ്. ഐക്യുഡോ എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് മാർഷൽ ആർട്സ് ആണ്. നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന മാർഷൽ ആർട്സ് അതാണ്. അപ്പോൾ സ്ലോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. കയ്യിൽ പിടിക്കുക. അപ്പം നമ്മൾ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ എൽബോ ഇപ്പോൾ ലോക്ക്ഡ് ആണല്ലോ, അപ്പം ഇതിലേക്ക് പിടിച്ചിട്ട് ഇത് അഡ്വാൻസ് ചെയ്യുമ്പോൾ ആളുടെ ബോഡി പിരിഞ്ഞാളുടെ കൺട്രോൾ പോയി ആൾ താഴെയാവും. അപ്പം നമ്മുടെ കയ്യിലാണ് കൺട്രോള്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഹാൻഡ് ഗ്രാബിൻ്റെ ടെക്നിക്ക്. അതായത് ഓപ്പോസിറ്റ് കയ്യിൽ പിടിച്ചാലുള്ള ഹാൻഡ് ഗ്രാബിൻ്റെ ടെക്നിക്ക് ഇതാണ്. ഒരാളിപ്പോൾ കയ്യിൽ പിടിക്കുകയാണ്. ഇപ്പോൾ ഐക്യുഡോയിലെ ടെക്നിക്കാണ്. നമ്മളിത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പം നമ്മളുടെ പവർ ജനറേറ്റ് ചെയ്യും കാലിങ്ങനെ എടുത്തിട്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ക്ലോസ് ആയിട്ട് ബോഡി വരുമ്പോൾ നമുക്ക് കഴുത്തിലാണ് ആ ഇത് കിട്ടണേ. അപ്പോൾ ഈ കൈയും ഈ കഴുത്തിലും കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വെറുതെ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് വെച്ചിട്ട് അയാൾ അങ്ങോട്ട് ഉന്തിയിടാൻ പറ്റും. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഒരാളിപ്പോൾ രണ്ട് കൈയിലും കയറി പിടിക്കുകയാണെങ്കിലുള്ള സിറ്റുവേഷൻ നമ്മൾ ഈ രണ്ട് കൈയും വെറുതെ ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തുണ്ടാവണേന്ന് നോക്കിയേ, ഇങ്ങനെ വലിക്കുമ്പം ആൾക്ക് ഒരു വിപ്ലാഷ് ഇഞ്ചുറി പോലെ ഉണ്ടാവും. എന്നിട്ട് ഈ കൈ മടക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ നമ്മൾ കഴുത്തിൽ വെച്ചിട്ട്
നമ്മുടെ ബോഡി വെയിറ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി, ആള് വീഴും. ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് കഴുത്തേ കയറി പിടിച്ചാല് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഈ കൈ ഇങ്ങനെ വീശി ഇങ്ങനെ തട്ടിയിട്ട് ഇവരെ പഞ്ച് ചെയ്താല് നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് വിടാൻ പറ്റും. ഇതെല്ലാം നമ്മൾ വിൻചുൻ എന്ന് പറയുന്ന മാർഷൽ ആർട്സിലെ ടെക്നീക്കാണ്. ഇതുപോലെ ഇനിയും ഉണ്ട്. കഴുത്തിൽ കയറി പിടിച്ചാല് ഇങ്ങനെ പിടിച്ചാൽ വേറൊരു ടെക്നിക്ക്, നമ്മൾ സിമ്പിളായിട്ട് ഈ പത്തി വെച്ചിട്ട് ഈ താടിയമ്മ പിടിച്ചിട്ട് ഒറ്റ അങ്ങോട്ട് ചെയ്താൽ മതി. കാരണം അവരുടെ കംപ്ലീറ്റ് ബാലൻസും പോവും. വേദനിച്ചാ? നല്ല വേദനിച്ചല്ലേ? സോറി കേട്ടോ. കൈ അപ്പൊ നമ്മള് പുറകിൽ നിന്ന് ഒരാൾ കഴുത്തിന് പിടിച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ ഇങ്ങനെ ഒരാൾ കഴുത്തുനിന്ന് പിടിക്കുവാണെങ്കിൽ നമ്മുടെ കഴുത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം ഉള്ളത്, ഇഞ്ചുറി വരാതിരിക്കാൻ. നമ്മുടെ താഴി വെച്ച് നമ്മൾ ആദ്യം ഇതിനെ ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് അവിടെ സ്പേസ് ഉണ്ടാക്കുക. പിന്നെ ഈ രണ്ട് കൈയും വെച്ചിട്ട് നമ്മുടെ വെയിറ്റ് മുഴുവൻ തൂങ്ങി അതിൽ കിടക്കുക. അപ്പൊ ഈ കൈ ലൂസാവും. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ സൈഡിലേക്ക് മാറിപ്പോയിട്ട് നമ്മുടെ ഈ കൈ റിലീസ് ചെയ്തിട്ട് ഗ്രോയിൻ അറ്റാക്ക്. അപ്പൊ തന്നെ അവർക്ക് പെയിൻ കാരണം അവരുടെ ആ ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ഇത് പോകും. അത് കഴിഞ്ഞ് ഈ കാലിങ്ങോട്ട് എടുത്ത് ഈ കൈ ബാക്കിൽ കൂടെ എടുത്ത് നമുക്ക് അവരുടെ കഴുത്തിനും ഒരെണ്ണം കയ്യിലും കിട്ടും. ഇപ്പം നമ്മുടെ ബോഡി ഷ്രിങ്ക് ചെയ്ത അവസ്ഥയിലാണ്. ഇത് നമ്മൾ വെറുതെ എക്സ്പാൻഡ് ചെയ്താൽ അവരുടെ ബാലൻസ് പോവും. അത് കഴിഞ്ഞ് നമുക്ക് ഈ കാല് വെച്ച് ബാക്കിനും അറ്റാക്ക് ചെയ്യാം, ഈ കൈ വെച്ചും അറ്റാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വിൻചുന്റെ കുറെ ടെക്നിക്സ് കണ്ടു. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്നുകൂടി പറയാമോ? വിൻചുൻ കണ്ടുപിടിച്ചതെന്നറിയോ? വിൻചുൻ എന്ന് പറയുന്ന മാർഷൽ ആർട്സ് ചൈനീസ് ആണെന്ന് തോന്നുന്നു. ഒരു ലേഡി മോങ്ക് ആണ്. ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ലേഡീനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കാൻ ടെക്നിക്സ് ഉണ്ടാക്കിയത്. ആക്ച്വലി ഇതൊരു ക്ലോസ് കോമ്പാക്റ്റ്, അതായത് നമ്മൾ അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫൈറ്റാണ് ഈ വിൻചുൻ എന്ന് പറയുന്നത്. ഐക്കിഡോ ജാപ്പനീസ് മാർഷൽ ആർട്സ് ആണ്. അതിനകത്ത് കൂടുതലും ഈ ഫോഴ്സസ് ഡിഫ്ലക്ട് ചെയ്യണ ആ ടൈപ്പ്. ഇതിലെല്ലാം ഡിഫറൻസ് ഉണ്ട്. ഏത് മാർഷൽ ആർട്സ് ആയാലും നമ്മൾ ഇതിന്റെ ടെക്നിക്സ് പഠിക്കുന്നത് റെഗുലർ ആയിട്ട് ട്രെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് റിഫ്ലെക്സ് ആയിട്ട് ഇത് വരുള്ളൂ. അതല്ലാതെ നമ്മളിപ്പോ ഈ ചെയ്യണ കാണിച്ചിട്ടൊന്നും ആരും അറ്റാക്ക് ചെയ്ത ആർക്കും പറ്റില്ല. പിന്നെ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ഒരു ഫൈറ്റ് അല്ല. അതായത് നമ്മൾ നമ്മളുടെ വോയിസ് തിരിച്ചെടുക്കുക, നമ്മുടെ കോൺഫിഡൻസ് തിരിച്ചു വരിക. ഒരു പെൺകുട്ടിക്ക് അവരുടെ ബൗണ്ടറി തിരിച്ചറിയാൻ പറ്റും. അതായത് എൻ്റെ ബൗണ്ടറിയിൽ വേറെ ആരും കയറ്റണ്ട. അത് ഫിസിക്കലായാലും ഇമോഷണൽ ആയാലും ബുള്ളിങ് ആയാലും ഏതായാലും. ഫോർ എക്സാമ്പിൾ, രാമങ്ങട് കയറി വന്നേ, എൻ്റെ കൈ അപ്പം മുന്നോട്ട് വരാം. അതായത് ആ ഒരു കുട്ടികളെ റിഫ്ലെക്സ് പഠിപ്പിക്കണം. സംബഡി ഗെറ്റ്സ് ഇൻ ടു യുവർ ബോർഡർ. ഇത് നമ്മൾ സൈക്കോളജിക്കലായാലും ആരെങ്കിലും തലയിൽ കയറാൻ വന്നാൽ അതിൻ്റെ ആവശ്യമില്ല. യു സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ്. അപ്പം നമ്മളുടെ ബോഡിയാണ് നമ്മൾ റീക്ലെയിം ചെയ്യണേ. ഇതിപ്പം നമ്മൾ എവിടെയെങ്കിലും നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ പേടിച്ച് നടക്കണം. ഇരുട്ടത്ത്, രാത്രി, ആളില്ലാത്ത സ്ഥലത്ത്. അപ്പം നമുക്ക് ഭയങ്കര പേടി വരും, നമ്മൾ ഫിയർ വരും, നമുക്ക് ട്രോമ വരും. നമുക്ക് എന്തെങ്കിലും ചീത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ പേടി, ജീവിതകാലം മുഴുവൻ ആങ്സൈറ്റി. പിന്നെ നമുക്ക് സെക്സിനോട് ഭയങ്കര വിരോധം വരും, സെക്ഷൽ ആക്ട് പറ്റാതെ വരും, വേദന വരും, ഹോൾ ഫാമിലി ലൈഫ് ഇല്ലാതാവും. പലരും കല്യാണം കഴിക്കേണ്ടതെന്ന് തന്നെ തീരുമാനിക്കും. അപ്പം നമുക്ക് നമ്മുടെ ബോഡിയുടെ മേലെ ഒരു റീക്ലെയിം ആണ്, നമുക്കൊരു ധൈര്യം വരാണ്. അപ്പൊ ട്രോമ ഉള്ളവർക്ക് സെൽഫ് ഡിഫൻസ് പഠിച്ചാൽ അതിൽ നിന്ന് അത് ഹീലിംഗ് ആണ്. ട്രോമ ഉള്ളവർക്ക് ഭയങ്കര ഹീലിംഗ് ആണ്. അവർക്ക് പിന്നീട് അവരുടെ ലൈഫ് ധൈര്യമായിട്ട് ജീവിക്കാനും പറ്റും. ബേസിക്കലി ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഒരുപാട് പേര് അറ്റാക്ക് ചെയ്യണമെന്ന് നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യണം എന്നല്ല പറയണേ. അറ്റ്ലീസ്റ്റ് രക്ഷപ്പെട്ട് നമുക്ക് ഓടാൻ പറ്റണം, ഇല്ലെങ്കിൽ നോ പറയാൻ പഠിക്കണം. നമ്മുടെ വോയിസ് ഉണ്ട്. അതായത് പലപ്പോഴും ആണുങ്ങൾ ഉപദ്രവിക്കുമ്പോൾ മൊളസ്റ്റേഷൻ എന്ന് പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ പേടിച്ചിട്ട് മിണ്ടാതെ നിൽക്കും. അപ്പോൾ പുരുഷന്മാർ വിചാരിക്കും അവർക്ക് അതിനോട് വിരോധമില്ല എന്ന്, അവർ യെസ് ആയിട്ട് എടുക്കും. അതല്ല, യു ഷുഡ് ബി ഏബിൾ ടു സേ നോ. ആ വോയിസ് ഉണ്ടല്ലോ, അത് വരണമെങ്കിൽ ധൈര്യം വരണം. സത്യം. അപ്പൊ അതാണ് മാർഷൽ ആർട്സിന്റെ ഇമ്പോർട്ടൻസ്. യു ഗെറ്റ് യുവർ വോയിസ് ബാക്ക്, യു ഗെറ്റ് യുവർ കോൺഫിഡൻസ് ബാക്ക്. ഐ ഹോപ്പ് മോർ ആൻഡ് മോർ വുമൺ ഗെറ്റ് ദെയർ വോയിസ് ബാക്ക്. വേണം. വുമൺ മാത്രമല്ല, മെന്നും വേണം. ആൺകുട്ടികൾക്കും ഈക്വലി സെക്ഷൽ അബ്യൂസ് ഉണ്ട്. പെൺകുട്ടികളെ പോലെ തന്നെ നല്ല പ്രോബ്ലംസ് ഉണ്ട്, അവർക്കും വേണം. പുള്ളി ചെയ്യാതിരിക്കാനും, നമ്മളിപ്പോൾ ജോബ് സ്ട്രെസ്സിലായാലും ബോസിൻ്റെ അടുത്ത് മുട്ടി നിൽക്കാനായാലും ഒക്കെ വേണം. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ടു മെനി ചിൽഡ്രൻ. താങ്ക്സ്.